അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആധുനിക ലോകത്ത് സ്നേഹങ്ങളും സ്നേഹത്തോടെയുള്ള സമീപനങ്ങളും വളരെ കുറഞ്ഞു വരികയാണ്. ഇത് പരിഹരിക്കാത്ത കാലത്തോളം നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, നാം ബന്ധപ്പെടുന്ന മേഖലകളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ബന്ധപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഏതെങ്കിലും ഒരു നന്മ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ആ നന്മയുടെ പേരിൽ ആ സുഹൃത്തിനെ അഭിനന്ദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ശത്രുക്കളില്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. എന്നാൽ ഗുരുതരമായ പാളിച്ചകളും ന്യൂനതകളും ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിൽ സ്ഥാനം നൽകുക എന്നത് ഇതിൻ്റെ പേരിലൊന്നും ഉണ്ടാവാൻ പാടുള്ളതുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് കാണാം, ഒരു വാക്യം: ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി ബഅദൽ ഫറായിദി ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം. ഒരു മനുഷ്യൻ ഇസ്ലാമിൽ വന്നതിനു ശേഷം അവൻ അനുഷ്ഠിക്കുന്ന ഫർളായ കർമ്മങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം ഏതാണ്? തൻ്റെ സുഹൃത്തിനെ സന്തോഷിപ്പിക്കലാണ്. ഫർളായ കർമ്മങ്ങളൊക്കെ മനുഷ്യൻ നിർവഹിക്കുന്നതിൻ്റെ പുറമെ തൻ്റെ സുഹൃത്തിനെ സന്തോഷിപ്പിക്കുന്ന സമീപനം ഉണ്ടായാൽ അള്ളാഹുവിന് അത് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഹദീസ് ബയാൻ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ വിവരിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യനെ സന്തോഷിപ്പിച്ചാൽ അത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കലാണ്. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നവന് അള്ളാഹു സ്വർഗം കൊടുക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ ആചരിക്കുന്ന വ്യക്തികളോട് നമ്മുടെ മനസ്സിൽ നല്ല ഇഷ്ടം വേണം. ആ ഇഷ്ടം ഈമാൻ്റെ പേരിലുള്ള മഹബത്താണ്. വേറൊരു ഹദീസിൽ കാണാം: ഇന്ന മിൻ മൂജിമാത്തിൽ മഗ്ഫിറത്തി ഇദ്ഖാല സുറൂരി അല അഖീഖ്. തബ്രാനിയുടെ റിപ്പോർട്ട്. നീ ചെയ്തു പോയ പാപങ്ങളെല്ലാം നിനക്ക് പുറത്തു കിട്ടും, നീ നിന്റെ സുഹൃത്തിനെ സന്തോഷിപ്പിക്കണം. ഭക്ഷണം നൽകുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത്, പണം നൽകുന്നത്, അദ്ദേഹം ക്ഷണിച്ചാൽ നീ പോകുന്നത്, നിന്റെ പരിപാടികളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്, ഇതെല്ലാം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണെങ്കിൽ മുഅ്മിനായ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നു എന്ന ഒരൊറ്റ പരിഗണന കൊണ്ട് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടാൻ ഇത് കാരണമായി തീരും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. പഴയ കാലത്തുള്ള ആലിമീങ്ങൾ അങ്ങനെയായിരുന്നു. ഈമാൻ ഉള്ള ആളുകളോട് അവർ കാണിക്കുന്ന മഹബത്ത് വല്ലാത്ത മഹബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയം വെക്കുകയും ആ നബി പറയുന്നതല്ല അംഗീകരിക്കുകയും ചെയ്യുന്നതിനാണല്ലോ ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ ഉള്ള വ്യക്തിയോടുള്ള മഹബത്ത് അത് ദീനിൽ, ഇസ്ലാം ദീനിൽ വളരെ വലിയതാണ്, വലിയ ഇബാദത്താണ്. അത് മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരമുള്ള നന്മകളായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഈമാൻ ഉള്ള ഈമാൻ ഉള്ളവരെ സ്നേഹിക്കുന്ന, സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കുന്ന സ്വഭാവ നടപടികൾ പടച്ച റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.